എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയാണെന്ന് പരിശോധിച്ച് നോക്കാം. അതായത് ഇന്ന് 1201 ആണ്ട് തുലാമാസം 17-ാം തീയതിയാണ്. 3/11/2025 തിങ്കളാഴ്ച നല്ല ദിവസം അല്ലേ? ഇന്ന് ചന്ദ്രൻ്റെ ദിവസമാണ്. ഇന്നെല്ലാവർക്കും എല്ലാ കാര്യങ്ങളിലും വളരെ ഊർജ്ജസ്വലത വരുന്ന ഒരു ദിവസമായിരിക്കും. മേടരാശിക്കാരുടെ അല്ലെങ്കിൽ മേടക്കൂറുകാരുടെ ഫലം നമുക്ക് പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണെങ്കിലും വളരെ അലച്ചിലുണ്ടാകുന്ന ദിവസമായിരിക്കും. ചില പഴികൾ കേൾക്കാൻ സാധ്യതയുണ്ട്. അപവാദ ചുഴിയിൽപ്പെടാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അധികാരം ഉള്ള ജോലി ചെയ്യുന്നവർക്കുമൊക്കെ വളരെ പ്രതികൂലമായ ചില അനുഭവങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. അതേപോലെ സിനിമ അങ്ങനെ തുടങ്ങിയ കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തികമായ വലിയ ഒരു ധനസമാഹരണത്തിന് പറ്റിയ ഒരു ദിവസമായിരിക്കും ഇന്ന്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ദിവസമായിരിക്കും. വിദേശ പഠനത്തിനൊരുങ്ങുന്നവർക്ക് വളരെ അനുകൂലമായ മറുപടി ലഭിക്കുന്ന ദിവസമാണ്. അതേപോലെ പുതിയ ഉന്നത പഠനത്തിന് അഡ്മിഷനൊക്കെ കാത്തിരിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായ മറുപടി ലഭിക്കുന്ന ദിവസമായിരിക്കും. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക്, വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കൊക്കെ അനുകൂലമായൊരു ദിവസമായി കാണുന്നു. ചില ബുദ്ധിമുട്ടുകൾ, ഉദരസംബന്ധമായ ബുദ്ധിമുട്ടുകൾ വന്നേക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ ശാരീരിക ക്ലേശങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. അധ്വാനശീലമുള്ളവർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ജോലി ചെയ്ത് ക്ഷീണം അനുഭവപ്പെടാനും സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഗുണാധിക്യമാണ് കാണുന്നത്. വളരെ അനുകൂലമായ ചില കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ എല്ലാത്തിലും ഒരു ഇഴച്ചിൽ അനുഭവപ്പെട്ടേക്കാം. തുടക്കത്തിൽ ഒരു തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും അവസാനം വളരെ നല്ല ഒരു അനുകൂലമായ കാര്യങ്ങളാണ് കാണുന്നത്. ഉച്ചയ്ക്ക് ശേഷം വളരെ പ്രതീക്ഷകളുണ്ടാകുന്ന പല അനുഭവങ്ങളും ജീവിതത്തിലുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. ജീവിതത്തിൻ്റെ നല്ല ഭാവി കെട്ടിപ്പടുക്കാനായിട്ട് ഒരുപാട് സാഹചര്യങ്ങൾ ചേർന്ന് വരുന്ന അല്ലെങ്കിൽ ഒരുപാട് സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. യൂണിഫോം ഇട്ട ജോലികൾ ചെയ്യുന്ന എല്ലാ വിഭാഗക്കാർക്കും ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ്. എങ്കിലും സംഘർഷം, അധ്വാനം ഒക്കെ കൂടിയ ഒരു ദിവസമായിരിക്കും ഇന്ന്. വാഹനാദികൾ കൈകാര്യം ചെയ്യുന്നവർക്ക് വളരെ പ്രതികൂലമായൊരു ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം. വാഹനം ഓടിക്കുന്നവർക്ക്, വാഹന മേഖലയിൽ വാഹനങ്ങൾ കൊണ്ട് ഉപജീവനം നടത്തുന്നവർക്കൊക്കെ ഇന്ന് പ്രതികൂലമായ ചില അനുഭവങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കുക. ഈശ്വര പ്രാർത്ഥന വളരെ അനിവാര്യമായൊരു ദിവസമായിരിക്കും. പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. എന്നാലും ഗുണാധിക്യമാണ് കാണുന്നത്. വളരെ ക്ഷീണം അനുഭവപ്പെടാൻ സാധ്യതയുള്ള ദിവസമാണ്. ഉച്ചയ്ക്ക് ശേഷം ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതാണ്. അതേപോലെ ഉദ്യോഗസ്ഥർക്ക് അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്ന ദിവസമായിരിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലിന് സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും. തൊഴിൽ സാധ്യത വളരെയധികം മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ ഇന്ന് അലച്ചിലിൻ്റെ ദിവസമാണ്. ധാരാളം സഞ്ചരിക്കേണ്ടതായിട്ട് വന്നേക്കാം. ദൂരയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അല്ലെങ്കിൽ യാത്രാ പദ്ധതികളൊക്കെ പ്ലാനിട്ടിരിക്കുന്നവർക്ക് വളരെയധികം തടസ്സങ്ങൾ അനുഭവപ്പെടാം. തിരക്ക് മൂലം പല കാര്യങ്ങളും മുടങ്ങിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. സന്താനങ്ങളെക്കുറിച്ച് ഓർത്തുള്ള ആശങ്കകൾക്ക് സമാധാനം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിലോ അല്ലെങ്കിൽ ഔദ്യോഗിക രംഗത്തോ ഒക്കെ പ്രവേശനം ലഭിക്കാനായിട്ടൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായി കാണുന്നുവെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ചില സമ്മർദ്ദങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്.
60 വയസ്സിന് മേലെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. അവർക്ക് ബ്ലഡ് പ്രഷർ അധികരിക്കാനോ അല്ലെ ബ്ലഡ് പ്രഷർ ലോ ആകാനോ ഷുഗർ ലോ ആകാനോ അല്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ പോലെയുള്ള അസുഖങ്ങൾ വരാനോ സ്ട്രോക്കിന് വരെ സാധ്യതയുള്ളൊരു ദിവസമാണ്. ഭയപ്പെടുത്തുകയല്ല, വളരെ ശ്രദ്ധയോടുകൂടി പതിവായി കഴിക്കുന്ന ഔഷധങ്ങളൊക്കെ കഴിക്കുകയും മറന്നു പോകാതിരിക്കുകയും ചെയ്യാനാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോയാൽ അത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധ്യതയുണ്ട്. ബന്ധുക്കളിൽ ചിലർക്ക് ചില ആപത്തുകൾ വരുന്നത് അറിഞ്ഞ് സംഘർഷങ്ങളുണ്ടാകാനും വളരെ മാറ്റിവെക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ മുടങ്ങിപ്പോകാനുമൊക്കെ സാധ്യത കാണുന്നതൊഴിച്ചാൽ ബാക്കി കാര്യങ്ങളിലെല്ലാം വളരെ അനുകൂലമായ കാര്യങ്ങളാണ് കാണുന്നത്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഒക്കെ ഇന്ന് അനുകൂലമായ ദിവസമായി കാണുന്നു. തൊഴിൽപരമായ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ബിസിനസ്സുകാർക്ക് വളരെ പ്രതികൂലമായ ചില അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പ്രതീക്ഷിച്ചിരുന്ന പല വലിയ ബിസിനസ്സുകൾ നടക്കാതിരിക്കാൻ സാധ്യത കാണുന്നു. പ്രത്യേകിച്ച് കയറ്റുമതി ഇറക്കുമതിയൊക്കെ ചെയ്യുന്നവർക്ക് വസ്തുക്കൾ കെട്ടിക്കിടക്കാനൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ മലഞ്ചരക്കുകൾ കെട്ടിക്കിടക്കുന്നത് കച്ചവടമാകാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. കർഷകർക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ ഈ കൂറുകാർക്ക് ഇന്ന് ഭക്ഷ്യ വിഷബാധ ഉണ്ടാകാനും ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുള്ള ദിവസമാണ്. അതുകൊണ്ട് ഭക്ഷ്യ വിഷബാധ ഉണ്ടാവാതിരിക്കാനായി പുറത്തു നിന്നുള്ള ആഹാരമൊക്കെ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് അസുഖങ്ങൾ കുറച്ച് അധികരിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ശാരീരികമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം. കായികമായ അധ്വാനം ചെയ്യുന്നവർക്കും വളരെ ശ്രദ്ധയോടുകൂടി പോകേണ്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസം ആയിരിക്കും. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായി കാണുന്നു. എന്നാൽ നടുവിന് അസുഖമുള്ളവർക്ക്, നട്ടെല്ലിന് എന്തെങ്കിലും ക്ഷതം ഏൽക്കാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. അതുകൊണ്ട് ഭാരം ഏറിയ ജോലികൾ ചെയ്യാതിരിക്കുക, സ്റ്റെപ്പുകൾ കയറാതിരിക്കുക. അതൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്താൽ ഇന്നത്തെ ദിവസം വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുന്നതായി കാണുന്നില്ല. പുതിയ പകർച്ചവ്യാധികളൊക്കെ വന്ന് പിടിപെടാൻ സാധ്യതയുള്ളതുകൊണ്ട് പൊതു രംഗത്ത് അല്ലെങ്കിൽ പൊതു സ്ഥലങ്ങളിലൊക്കെ കുറച്ച് എക്സ്പോസ്ഡ് ആകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. പുറത്തു പോകുന്നത് വളരെ ശ്രദ്ധയോടുകൂടി വേണം പോകാൻ. സാമ്പത്തിക കാര്യങ്ങളുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഇന്ന് ഒരു തീരുമാനം ഉണ്ടാകുന്നതാണ്. വസ്തു വിൽക്കാനോ വാങ്ങാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. വിവാഹാധികാരികൾക്ക് ചില തീരുമാനങ്ങൾ കൈയെടുക്കാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. ഷെയർ അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ ഒക്കെ നടത്തുന്ന ആളുകൾക്ക്, ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ ഒരു ദിവസമായിരിക്കും. ദൈവികമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നുവിടാനായിട്ട് സാധ്യതയുണ്ട്. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ വളരെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. ചില ചെറിയ അപകടങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. വാഹനം എടുക്കാനും ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നില്ല. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമാണ്. വിവാഹാധികാരികൾ നടത്താനോ അല്ലെങ്കിൽ വിവാഹ നടത്തിപ്പ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്ന് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. സന്താനങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് തീരുമാനമെടുക്കാനും നല്ല ദിവസമാണ്. അതേപോലെ പുതിയ ഗൃഹനിർമ്മാണത്തിനോ കെട്ടിടം വയ്ക്കുന്നതിനോ ഒക്കെ ഒരുങ്ങുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങളുണ്ടെങ്കിലും ചില പ്രതീക്ഷകൾ വരുന്ന ഒരു ദിവസമായിരിക്കും. വലിയ ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, കയറ്റുമതി ഇറക്കുമതി മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ ഒരു സാഹചര്യം തിരിഞ്ഞു വരുന്ന ദിവസമാണ്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്
വിശാഖം കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗലബ്ധി സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ പ്രൊമോഷന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായി മറുപടി ലഭിക്കുന്ന ദിവസമായിരിക്കും. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഇന്ന് പ്രതീക്ഷകൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുവാനും വാക്കുതർക്കങ്ങൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. അത് ഭാവിയിലേക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. സുഹൃത്തുക്കളുമായി ഇടപാടുകൾ നടത്തുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി പോകേണ്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക്, നിയമമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്ന് അപവാദങ്ങൾ കേൾക്കാനൊക്കെ സാധ്യതയുണ്ട്. കേസ് വഴക്കൊക്കെ ഇന്ന് അനുകൂലമായി വരാനും സാധ്യത കാണുന്നുണ്ട്. കിട്ടാതെ കിടക്കുന്ന, മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും ഇന്ന്. സാങ്കേതിക വിദ്യകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ഇന്ന് ചില തടസ്സങ്ങളും സാങ്കേതിക ബുദ്ധിമുട്ടുകളുമൊക്കെ വന്നു ഭവിക്കാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആഹ്ലാദം നിറഞ്ഞൊരു ദിവസമായിരിക്കും. ഒരുപാട് സന്തോഷം അനുഭവിക്കുവാനും സന്തോഷം പങ്കിടാനുമൊക്കെ സാധിക്കുന്ന ദിവസമാണ്. സാമ്പത്തികമായി വളരെ നേട്ടങ്ങളുണ്ടാകുന്നൊരു ദിവസമായിരിക്കും. വരുമാനം വർദ്ധിക്കുന്ന ദിവസമായിരിക്കും. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോയില്ലെങ്കിൽ ധനനഷ്ടമുണ്ടാകാനും സാധ്യതയുണ്ട്. അതേപോലെ ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ഇന്ന് ഉണർവുണ്ടാകുന്ന ദിവസമാണ്. ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. ആരോഗ്യനിലയിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ലാത്തവർക്കും ഇന്ന് വളരെയധികം മാറ്റങ്ങൾ, അനുകൂലമായ ഔഷധ സേവ നടത്താനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ വിവാഹാധികാരികൾക്ക് തീരുമാനങ്ങൾ മുടങ്ങിക്കിടക്കുന്നവർക്ക് ഇന്ന് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന ദിവസമാണ്. വാർദ്ധക്യം ചെന്നവർക്ക് ബന്ധുമിത്രാദികളുടെ സ്നേഹ സഹകരണങ്ങളൊക്കെ കിട്ടും എന്ന ഒരു പ്രതീക്ഷ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. സന്താനങ്ങളെക്കുറിച്ചും അതേപോലെ പേരക്കുട്ടികളെക്കുറിച്ചുമൊക്കെ അഭിമാനം കൊള്ളാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. എന്നാൽ കേസ് വഴക്ക് കാര്യങ്ങളിലൊക്കെ പെട്ടിരിക്കുന്നവർക്ക് ഇന്ന് അത്ര അനുകൂലമായ ഒരു ദിവസമായി കാണുന്നില്ല. വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കുക. വാക്കുകൊണ്ട് നമുക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. എന്നാൽ ദോഷാധിക്യമാണ് കാണുന്നത്. പല കാര്യങ്ങളും ഇന്ന് മുടങ്ങിപ്പോകുന്നതായിട്ട് കാണുന്നു. എല്ലാ സംരംഭങ്ങളിലും തടസ്സം നേരിടുന്നതായിട്ട് കാണുന്നു. പ്രത്യേകിച്ച് സർക്കാർ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ സർക്കാർ കാര്യങ്ങൾ സാധിച്ചെടുക്കാനായിട്ട് പോകുന്നവർക്ക് പഞ്ചായത്ത് ഓഫീസുകൾ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസുകൾ, കോർപ്പറേഷൻ ഓഫീസുകൾ, ഇവിടെയൊക്കെ കാര്യങ്ങൾ സാധിക്കാൻ പോകുന്നവർക്ക് ഇന്ന് വളരെ പ്രതികൂലമായ ഒരു ദിവസമായിരിക്കും. ഇന്നത്തെ ദിവസം അതിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നത് നന്നായിരിക്കും. കരമടയ്ക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഇന്ന് വളരെയധികം സംഘർഷങ്ങളുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. വസ്തു വിൽപ്പനയ്ക്ക് ഒരുങ്ങുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രതികൂലമായ ദിവസമാണ്. വസ്തു വാങ്ങുന്നതിന് ശ്രമിക്കുന്നവർക്കും പ്രതികൂലമായ ദിവസമായിരിക്കും. കെട്ടിട നിർമ്മാണത്തിന് ശ്രമിക്കുന്നവർക്ക് അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ ആരംഭം കുറിക്കുന്നതിനൊക്കെ ഇന്നത്തെ ദിവസം വളരെ നല്ല ഒരു ദിവസമായിരിക്കും. അറ്റകുറ്റപ്പണികൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം നല്ല ദിവസമായിരിക്കും. ഉദ്ദേശിച്ച പല കാര്യങ്ങളും സാധിക്കുമെങ്കിലും എല്ലാത്തിനും ഒരു തടസ്സം കാണുന്നു. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. ഈശ്വരാധീനം കൊണ്ട് നേടാവുന്നതാണ് എല്ലാം. കുട്ടികളെക്കുറിച്ച് ചില ആശങ്കകൾ വന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ കുട്ടികളുടെ നടപ്പ് രീതികളെക്കുറിച്ച് വിപരീതമായ വർത്തമാനം കേട്ട് മനസ്സ് അസ്വസ്ഥമാകാനൊക്കെ സാധ്യതയുണ്ട്. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിനും പരിഹാരം. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരിട്ടാതി, മുക്കാൽ. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ദോഷാധിക്യമുള്ള ദിവസമാണ്. മേലധികാരികളിൽ നിന്ന് വിമർശനങ്ങൾ ലഭിക്കുവാനും വാണിങ്ങുകൾ ലഭിക്കാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. ചെയ്യുന്ന ജോലി പൂർത്തിയാക്കാൻ സാധിക്കാതെ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വിപരീതമായ ഒരു മറുപടി കേട്ട് മനക്ലേശമുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. മിലിറ്ററി, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. അതേപോലെ നിയമം കൈകാര്യം ചെയ്യുന്നവർക്ക് നിയമപരമായ
ജോലികൾ ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് വളരെ അനുകൂലമായി കാണുന്നു. പ്രത്യക്ഷത്തിൽ ഒരുപാട് കാര്യങ്ങൾ മുടക്കം ഉണ്ടെങ്കിലും പല കാര്യങ്ങളും അനുകൂലമായി വരാനും സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. വിവാഹാദി കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാകുന്ന ദിവസമാണ്. അതേപോലെ സാമ്പത്തിക കാര്യങ്ങളിൽ ചില പ്രതീക്ഷകൾ ഉടലെടുക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ബിസിനസ്സുകാർക്ക് ഇന്നത്തെ ദിവസം അത്ര അനുകൂലമല്ല. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരിട്ടാതികാല്, ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ശാരീരികമായി ക്ലേശം അനുഭവിക്കുന്നവർക്കും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കുമൊക്കെ ഇന്ന് വളരെ പ്രതീക്ഷ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. ഔദ്യോഗിക രംഗത്ത് അപ്രൂവൽ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. അതേപോലെ പങ്കാളിയുടെ ആനന്ദം സന്തോഷമൊക്കെ കണ്ട് സന്തോഷിക്കാനായിട്ട് സാധ്യതയുണ്ട്. ചെറിയ കാര്യങ്ങളിൽ കലഹിച്ച് വലിയ പ്രശ്നങ്ങളിൽ ചെന്നുപെടാൻ സാധ്യത കാണുന്നു. അതുകൊണ്ട് കലഹം ഒഴിവാക്കുക. കലഹം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കുക. ബന്ധുമിത്രാദികളുടെ മനക്ലേശങ്ങളോ അല്ലെങ്കിൽ അവരുടെ ചില പ്രശ്നങ്ങളോ ഒക്കെ നമ്മുടെ മനസ്സിനെ അലട്ടാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ ദിവസം ഉറക്കത്തിന് ചില പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ഉറക്കം കുറവായ ഒരു ദിവസമായിരിക്കും. അതുകൊണ്ട് വളരെ ആ കാര്യത്തിൽ കുറച്ച് കായിക അധ്വാനം ചെയ്യേണ്ടതുണ്ട്. യോഗ അഭ്യാസമോ അല്ലെങ്കിൽ ജിംനേഷ്യത്തിൽ പോവുക ചെയ്യുന്നവർ അതിൽ കുറച്ചുകൂടി അധ്വാനിക്കേണ്ടത് ആവശ്യമാണ്. ക്ഷീണം വന്നാൽ നമ്മൾ ഉറങ്ങിപ്പോകുമല്ലോ, അതാണ് അങ്ങനെ പറയുന്നത്. ഉറക്കം ഇല്ലായ്ക മൂലം ബ്ലഡ് പ്രഷർ കൂടാനും അടുത്ത ദിവസം ചില രോഗാതി ദുരിതങ്ങൾ പ്രത്യക്ഷപ്പെടാനും ആരോഗ്യത്തെ ബാധിക്കാനുമൊക്കെ സാധ്യത കാണുന്നതുകൊണ്ടാണ് അപ്രകാരം പറയുന്നത്. മൊത്തത്തിൽ എല്ലാ രാശിക്കാർക്കും ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കുമെന്ന് എങ്കിലും എല്ലാവർക്കും ഈശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.